ഹായ് ഗൈസ്, ഹലോ ഗൈസ്. എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇൻട്രോ എടുക്കാൻ മറന്നു സത്യത്തിൽ, അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. സംഭവം നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു മന്ത്രയുടെ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രാക്ടീസ് സെഷൻ അല്ലാണ്ട് നമ്മുടെ ക്രിസ്മസ് പരിപാടിയുടെയും എല്ലാം കൂടെ ചേർത്ത് ചെറിയൊരു വ്ളോഗ് പോലെ എടുക്കാൻ ചെറുതായിട്ടും തീരുമാനിച്ചു. മോണിറ്റൈസേഷനൊക്കെ ഓണായല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊരു വ്ളോഗ് എടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വ്ളോഗാണ്, നമുക്ക് നോക്കാം. അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. പ്രാക്ടീസ് എന്നാണോ ഗൈസ്? പ്രാക്ടീസ് പേര് ഇവിടെ ക്രിസ്മസിൻ്റെ ഡാൻസ് നടക്കുന്ന ഡാൻസ് പ്രാക്ടീസ് നടക്കുന്ന ഇവിടെ എല്ലാവരും ബാക്കിലൊക്കെ. ഓക്കെ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്, നിഖിൽ സുരേഷ്. അവരെല്ലാവരും ബാക്കിലുണ്ട്. വീണ്ടും എന്നെ തന്നെ കൊണ്ട് തരാൻ ഇൻട്രോ എടുക്കാനും ബ്ലോഗ് എടുക്കാനും ഇവൻ്റെ ചാനലിൽ ഇവൻ ഇടാൻ വയ്യ. എല്ലാത്തിനും ഞാൻ വേണം. ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മളെന്നെ പൊളിക്കും. അതിൻ്റെ വീഡിയോസൊക്കെ ഇതിൻ്റെ കൂടെ വരുന്ന എനിക്ക് ഫസ്റ്റ് ബ്ലോഗാണ്. ഞാൻ എന്നെ സഹായിക്കാൻ. എനിക്ക് വ്ളോഗ് ചെയ്യണമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മളെ ക്രിസ്മസ് പരിപാടിയെ പറ്റി എന്താണ് പറയുന്നത്? ഭയങ്കര വെറൈറ്റി ആയിട്ട് ഹായ് ഗൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൃത്തിയാക്കണം. നമുക്ക് വൃത്തിയാക്കാൻ കുറച്ച് ടൈം ലാപ്സ് ഉണ്ടല്ലോ. കണ്ണാടി വൃത്തിയാക്കണം. ഹായ് ഗൈസ്, നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷനുള്ള ഉടുപ്പ് വാങ്ങിക്കാനായിട്ട് എവിടെ വന്നിരിക്കുന്നു? എമോട്ടി. ഗൈസ്, നമ്മൾ ഉടുപ്പ് വാങ്ങാൻ പോയി. പക്ഷേ നമുക്ക് ഉടുപ്പൊന്നും കിട്ടിയില്ല. കാരണം എല്ലാ റെഡ് കളർ ഉടുപ്പുകളും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അല്ലേ ചേട്ടാ? അപ്പോൾ നമ്മൾ തിരിച്ച് മറ്റൊരു കടയിലേക്ക് പോവാണ്. അത് നിഖിൽ ചേട്ടാ അവിടെ നടക്കും, ഞാൻ ഉള്ള ഡ്രസ്സ് എടുക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു ക്രിസ്മസ് പരിപാടി കാണാം. तांबड़ी चांबड़ी ही चमकते उन्हात लका 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 तांबड़ी चांबड़ी ही चमकते उन्हात. നീ എന്തുടാ?
ക്രിസ്മസ് ആണ് നടക്കുന്നത്. എല്ലാവരും കാണിച്ചു തരാൻ നോക്കൂ. നമ്മൾ ക്രിസ്മസ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പറ എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് പരിപാടി? ഗൈസ്, ക്രിസ്മസ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ച് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അതിലേക്ക് അപ്ഡേറ്റ് ആകുമ്പോൾ അത് കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമല്ല യൂട്യൂബ് സമസ്തം വന്നു. അതാണ് വിഷയം. അല്ലെങ്കിൽ സീറ്റിൽ നിന്ന് അടിച്ച് നിങ്ങളൊരു ഡയലോഗ് അടിക്കാണ്ട് കാര്യം പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് പരിപാടി. ക്രിസ്മസ് പരിപാടി യൂട്യൂബിൽ ഇങ്ങനെ പറയാൻ പറ്റും. യൂട്യൂബിലൊക്കെ ഇങ്ങനെ പറയാൻ പറ്റും. ഇങ്ങനെ ഒന്ന് നേരെ പറഞ്ഞാൽ മതി. ക്രിസ്മസ് പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ക്രിസ്മസ് പരിപാടി അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വലിയ ഇതിലൊന്നും അല്ല. ഇതൊക്കെ ഊരിയിടണം, പ്രാക്ടീസ് പരിപാടി പൊളിയായിരുന്നു. ക്രിസ്മസ് പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. Very good, fantastic. Hi. Hi. Hi bolo. Hi bolo. Hi bolo. Hi bolo. Happy Christmas bolo. Happy Christmas. Bolo na. Bolo na. എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് പരിപാടി? ക്രിസ്മസ് പരിപാടി വളരെ പക്ഷെ അവന്റെ കേക്ക് അത് അവന്റെ കൂട്ടുകാരിയുടെ കേക്ക് കേക്കിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ ഇവിടെ ചോദിച്ചോ. ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? നമ്മൾ നടത്തിയ പരിപാടി ആരും പറയണില്ല പരിപാടിനെ പറ്റി. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? അഖിൽ ചേട്ടൻ പറഞ്ഞു കൊള്ളാം. ആൻറ്റി ചേച്ചി പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? പറ. വാജടാ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? വാജടാ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? അകത്ത് നിൽക്കുന്ന ചായയിലെ ചേട്ടൻ ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞിട്ടോ. അപ്പോ ഹാപ്പി ക്രിസ്മസ് ഗൈസ്, ഇതായിരുന്നു നമ്മുടെ വ്ളോഗ്. ഒന്നും പറയാനില്ല. അവിടെ നിന്ന് വന്ന കുറച്ചെടുത്ത ഭാഗങ്ങൾ മാത്രം കൂട്ടിച്ചേർത്തു, അത്രേ ഉള്ളൂ. പക്ഷെ എന്നിട്ട് അങ്ങോട്ട് പ്രോപ്പറായിട്ടുള്ള വ്ളോഗ്സ് വരുമെന്ന് വിശ്വസിക്കാം. സോ സ്റ്റേ ട്യൂൺഡ്, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഓക്കെ, ബൈ. കട്ടാവണ.